അപ്പോൾ സെന്ന് കാർബറേറ്ററിൻ്റെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്രോള് ടോപ്പിൽ കെട്ടിവെച്ച് അതിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് നമ്മുടെ എ സിയുടെ വാട്ടർ പുറത്തേക്ക് പോകുന്നില്ലേ, ആ ഹോളിൽ കൂടെ ഓസ് രണ്ടും പുറത്തേക്ക് എടുത്ത് കാർബറേറ്ററിലേക്ക് മെയിനും റിട്ടേണും കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കുപ്പി പൊക്കത്തിൽ കെട്ടി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ മോട്ടർ ഇല്ലാതെ കൊണ്ട് പൊക്കി കെട്ടി വെച്ചേക്കണം. പിന്നെ നേരെ നമ്മൾ പമ്പിൽ ചെന്നിട്ട് 1/2 ലിറ്റർ പെട്രോള് കറക്റ്റ് മേടിച്ചിട്ട് കസ്റ്റമർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് മൈലേജ് ആക്കണം എന്നുള്ള രീതിയിലാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുത്തന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്തപ്പോഴും മൈലേജ് ഭയങ്കര കുറവായിരുന്നു. എന്നിട്ട് കുപ്പിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഓൾറെഡി കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളും വാൽവ് ക്ലിയറൻസ് ടൈമിങ്ങും ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും തന്നെ മാക്സിമം ഞാൻ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു 4നും 5നും ഇടയ്ക്ക് വെച്ച് വണ്ടി നിന്നു. 5 കിലോമീറ്റർ മൈലേജ് ആയപ്പോഴേക്കും നിന്നു. 1/2 ലിറ്റർ പെട്രോളിൽ 5 കിലോമീറ്റർ മൈലേജ് ആയപ്പോഴേക്കും നിന്നു. പിന്നെ നമ്മൾ പക്ഷേ അതിൻ്റെ മൈലേജ് ബെറ്റർ ആക്കി. എന്നിട്ട് നമ്മൾ അതിൻ്റെ കാർബറേറ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാർബറേറ്ററിന് കണ്ടോ കറക്റ്റ് തീർന്നു. കാർബറേറ്റർ ട്യൂൺ ചെയ്തു എങ്കിലും പക്ഷേ കാർബറേറ്റർ സെറ്റായില്ല, പണിത് സെറ്റായില്ല. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വേറെ കൊള്ളാവുന്ന ഒരു കാർബറേറ്റർ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി മൈലേജ് ചെക്ക് ചെയ്തു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിൽ കറക്റ്റ് 5 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും നിന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് 10 മൈലേജ് ഉള്ളൂ. പക്ഷെ നമ്മളതൊരു അപ്പോൾ നമ്മളെ ഈ കാർബറേറ്റർ അങ്ങ് മാറി കേട്ടോ. ഇത് അതിൻ്റെ കാർബറേറ്റർ ആയിരുന്നു. കാർബറേറ്റർ പണിതിട്ട് സെറ്റായില്ല. ഈ കാർബറേറ്റർ അങ്ങ് മാറിയിട്ട് മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട് കാണിച്ചു തരാവേ. അപ്പോൾ കാർബറേറ്റർ മാറി വെച്ചിട്ട് രണ്ടാമത് സെയിം ഇത് തന്നെ ആയിട്ട് പെട്രോൾ മേടിക്കുക, ഒഴിക്കുക, എൻ്റെ പൈപ്പെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 7 കിലോമീറ്റർ ആയി. അപ്പോൾ ഈ വണ്ടി കറക്റ്റ് 8 കിലോമീറ്ററും പിന്നെ ഒരു 9ൻ്റെ തൊട്ടടുത്ത് ആയപ്പോഴത്തേക്കും പെട്രോൾ കുപ്പിയിൽ തീർന്നായിരുന്നു. കുപ്പിയിൽ തീർന്നു കഴിഞ്ഞിട്ട് വണ്ടി മെല്ലെ അവിടെ സൈഡായി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വഴിയിൽ വെച്ച് പൈപ്പ് എന്താ കണ്ടോ 8 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ കിട്ടി കേട്ടോ. 1/2 ലിറ്റർ പെട്രോൾ ഏകദേശം ഒരു 9 അടുത്തായപ്പോഴത്തേക്കും വണ്ടി നിന്നുമായിരുന്നു. പിന്നെ അവിടെ വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി. പിന്നെ ഈ കസ്റ്റമർ ആണെങ്കിൽ ഒരു പയ്യനാണ്. ദീപാവലിക്ക് മുമ്പാണ് എൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുതന്നത്. ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നീണ്ടു പോയായിരുന്നു വണ്ടി ശരിയാക്കി കിട്ടാനായിട്ട്. അപ്പോൾ പല കൂട്ടുകാരും ചിലപ്പോൾ ഇത് കണ്ടിട്ട് വല്ല മൈലേജ് ഷോർട്ടേജൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ശരിയാക്കണം ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. വർക്ക്ഷോപ്പിൽ തിരക്കനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസത്തേക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലർക്കും നമ്പർ കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അടുത്തുള്ള കൂട്ടുകാർക്ക് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ തരാം. നമുക്ക് മാക്സിമം ട്രൈ ചെയ്തിട്ട് മൈലേജ് നിങ്ങൾക്ക് എത്രയും കൂട്ടി എന്നെക്കൊണ്ട് ആവുന്നത്തോളം ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ പലർക്കും അങ്ങനെ ഒരു ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് പറഞ്ഞാലേ ഓക്കെ.